നമുക്ക് പ്രപഞ്ചം തന്നിട്ടുള്ളതല്ലേ ഈ ഫുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനുള്ളത്. അതിപ്പോൾ ഇത് എന്താ ആ, തവളയെ പാമ്പ് കുടിക്കുന്നു, അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്താലേ അതൊരു ഈഗയാണ്. ആ ഈഗയെ കട്ട് ചെയ്താലേ ഒരു ആത്മീയ സാധകന് വളരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതിനോട് ഇത് ഒന്നും കട്ട് ചെയ്യുന്നതല്ല, കട്ടായി പോകുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന പറയുമ്പോൾ അവിടെ മൈൻഡാണ് പ്രവർത്തിക്കുന്നത്. എന്തൊട്ട് അത് വേണ്ട എന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ അത് ഇങ്ങനെ നമ്മൾ പറയുന്ന കാട്ടി എളുപ്പത്തിൽ ഒരു ഇത് പറയാം. ഇപ്പോൾ ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, അമ്മ പറയുകയാണ് രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്ന് സഹായിക്കണം. ഒരുമാതിരിപ്പെട്ട കുട്ടികളാരും അത് ചെയ്യില്ല. എനിക്ക് ഉറങ്ങണം, പഠിക്കാനുണ്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തളർന്നു പോയി, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പൊതുവെ ഞാൻ ചെയ്യാറില്ല. രാവിലെ എണീറ്റ് പോയി അടുക്കളയിലൊന്നും സഹായിക്കാറില്ല. അല്ലാതെ ചിലപ്പോൾ സഹായിക്കുമായിരിക്കാം. അപ്പോൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. എനിക്ക് വന്ന് ഉറങ്ങി എണീക്കണം എന്ന് പറയും. ഇതേ പെൺകുട്ടി തന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചാലോ? അപ്പം അതെന്താണ് സംഭവിച്ചത്? അതവർ സംഭവിച്ചതാണ്. ഈ ഉറക്കമെല്ലാം കോംപ്രമൈസ് ചെയ്യും. രാത്രി മൊത്തം ഈ കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് കുഞ്ഞിനെ കാര്യങ്ങൾ നോക്കും. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കിടന്ന് ഉറങ്ങും? ഇല്ല. ഇതെല്ലാം സംഭവിക്കും. അതാണ് ആ ഡിവൈൻ ലവ് നമ്മളിൽ വരുമ്പോൾ ബാക്കി ഇതെല്ലാം കട്ടാവും, സ്വാഭാവികമായിട്ട് കട്ടാവും. കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്തിലോട്ട് വരും? ആ അൾട്ടിമേറ്റിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ബാക്കി ഇതെല്ലാം കട്ടാവും. നേരത്തെ പറഞ്ഞ ആ യോദ്ധാവിൽ ഉണ്ടായതെല്ലാം ഇതാണ്, ഗ്രാജ്വലി ഉള്ള പ്രോസസ്സാണ്. അയാൾ അത് കഴിക്കേണ്ടെന്ന് അയാൾ എടുത്ത ഡിസിഷനല്ല. ഉള്ളിൽ ആ അൾട്ടിമേറ്റിനോടുള്ള ഒരിത് വരുമ്പോൾ, അതിനോട് മെർജിങ്ങിനുള്ള അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോന്നിങ്ങനെ കട്ടായി പോകുന്നതാണത്. അതിനാണ് നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം അന്നമയ കോശം, ജ്ഞാനമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരാളുടെ പ്രൈമറി ഞാൻ ഭക്ഷണം കഴിച്ചാലേ ഞാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് അവൻ്റെ ബോധം അവനിൽ പിന്നെ എന്താ പറയുക, 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഭക്ഷണം കഴിച്ചാലേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ അന്നമയകോശത്തിലാണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഭയങ്കര വിഷമം വരുന്നു, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? മനസ്സ് അത്രയും ഡൗണാണ്. അതുകൊണ്ട് അവനൊന്നിനും ടേസ്റ്റ് തോന്നില്ല. അപ്പം അവനെ നിലനിർത്തുന്നത് ഭക്ഷണമായിരുന്നു, മനസ്സായിരുന്നു? മനസ്സാണ്. മനസ്സിൻ്റെ സ്വാധീനത്തിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെന്താണ്? അന്നമയകോശത്തിനപ്പുറം മനസ്സാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ബോധം ഒരു വ്യക്തിയിൽ വന്നാൽ മനസ്സിനെ ഫോക്കസ് ജീവിക്കും. അതാണ് സാധകൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കോശങ്ങളുടെ അവസ്ഥ ഇതാണ്: അന്നമയം, മനോമയം, ജ്ഞാന, വിജ്ഞാന, ആനന്ദ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സൂക്ഷ്മതയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ആനന്ദമാണ് എന്നുള്ള അവസ്ഥയിൽ, ഏറ്റവും ഫൈനലായിട്ട് വരുമ്പോൾ ഞാൻ ആനന്ദമാണ് എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ എന്താണ്? ഈ പറയുന്ന സ്ഥൂലത അവരിലോട്ട് സ്വാഭാവികമായിട്ട് കുറയും. സ്ഥൂലമായിട്ടുള്ള ഇൻട്രാക്ഷൻസുകൾ കുറയും. എല്ലാത്തിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജൈനന്മാർ കണ്ടിട്ടില്ലേ? ജൈനന്മാരുടെയൊക്കെ ഈ ഒരു സെയിൻറ്റിന് തുല്യമായിട്ടിരിക്കുന്നവരൊക്കെ 41 ഡേയ്സൊക്കെ ഭക്ഷണമില്ലാതെ അവർ നിർവ്വാണത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ജൈനന്മാർ. അപ്പോൾ ഇത് സൂക്ഷ്മത്തിലോട്ടുള്ള യാത്രയാണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് നമ്മൾ വന്നതും സൂക്ഷ്മത്തിൽ നിന്നാണ്. അപ്പോൾ റിട്ടേൺ ബാക്ക് വരുമ്പോഴെന്താ പറ്റും? ഇതെല്ലാം അങ്ങ് കുറയും. ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് അഡൽട്ടായിട്ട് വയസ്സാകുമ്പോൾ ഭക്ഷണം ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് പോലത്തെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ലിക്വിഡ് ഫുഡിൽ നിന്ന് പിന്നെ സോളിഡ് ഫുഡിലോട്ട് വരികയും പിന്നെ വീണ്ടും ലിക്വിഡ് ഫുഡിലോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് പോലെ സ്പിരിച്വലോട്ട് നമ്മൾ പോകുന്ന സമയത്തും സ്ഥൂലത്തിൽ നിന്ന് ഈ സൂക്ഷ്മത നമ്മളുടെ സ്പിരിറ്റാണ് ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ സ്പിരിറ്റിൽ നിന്നുള്ള എനർജി ആയിരിക്കും അവൻ കണക്ട് ചെയ്ത് വരുന്നത്. അതാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഈ തപോബലം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇപ്പോൾ നമ്മൾ സൂക്ഷ്മത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, ആണ്. അപ്പോൾ സൂക്ഷ്മത്തിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ആനന്ദവും നമുക്ക് വേണ്ടതല്ലേ? ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയാണ്. ഭൂമിയിൽ വന്നിട്ട് ഇവിടുത്തെ ആനന്ദം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ അതിലോട്ട് പോകുന്നത് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതിൻ്റെയും തമ്മിലുള്ള അന്തരം രണ്ടാണ്. പക്ഷേ
ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഭൗതിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആ സത്യത്തെ അറിയണമെന്നുള്ള ത്വര ഒരു വ്യക്തിയിലുള്ളവന് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കോളേജിൽ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ഒരാൾ പോകുന്നു, അവിടെ എന്തൊക്കെയുണ്ട്? പ്ലേ ഗ്രൗണ്ടുണ്ട്, കളിക്കാൻ കുട്ടികളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ അവിടെ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഏതിൽ ഞാൻ കേന്ദ്രീകരിക്കണം? അവിടെ ഒരു ചോയ്സാണ്. എല്ലാം അവിടെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ടുണ്ട്, കളിക്കാനുള്ള ഫ്രണ്ട്സുകളുണ്ട്, ക്ലാസ് കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അക്കാഡമിക്കലി എനിക്ക് ഡെവലപ്പ് ആവണം എന്ന് ചിന്തിക്കുന്നവൻ മറ്റതിനെ എന്ത് പറ്റും? സെക്കൻഡറി ആയിട്ട് കാണും അല്ലേ? ഇത് പ്രൈമറി ആവും. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന ഭൂമിയിലോട്ട് വന്നിട്ട് ഈ ഭൗതിക വ്യവഹാരത്തിനെയാണ് ഒരാൾ പ്രൈമറി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫും വീക്ഷണവും എല്ലാം ഇങ്ങനെ പോകും.